ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് BSNL FTTHനെ കുറിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 1 month ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബില്ല് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബില്ലിനെ കുറിച്ചാണ്, അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെയാണ് നമ്മളിന്നിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ഇറങ്ങാണ്ട് മുമ്പ് ചാനൽ പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓളാക്കാനും മറക്കണ്ട. അപ്പോൾ അത് വേഗം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ശരിക്കും ഒരു BSNL സെൽഫ് കെയർ എന്ന് പറഞ്ഞൊരു പോർട്ടലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അത് ഭയങ്കര സ്ലോ ആണ്, ഭയങ്കര ലോഗിൻ ആവാൻ തന്നെ നല്ല ടൈം എടുക്കും. അങ്ങനത്തെ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ യൂസേജിനൊക്കെ ഉപയോഗിക്കുന്നത് BSNL Pro എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മുടെ വൈഫൈയിൽ കണക്റ്റഡ് ആണെങ്കിൽ നമ്മൾ അത് ഓപ്പൺ ചെയ്താൽ തന്നെ ഇപ്പോൾ ആഡ് വരും, ആഡ് ഉണ്ട് അതിൽ. അപ്പോൾ ആഡ് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ യൂസേജും നമ്മുടെ പ്ലാന് അതിൽ എത്ര ലെഫ്റ്റ് ഉണ്ട് അതൊക്കെ അതിൽ കാണിക്കും. അപ്പോൾ ഈ ആഡ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്ത് കളയാം. ഇതപ്പോൾ യൂസേജ് കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മൾ ടുഡേ യൂസേജ് 9.1 പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ യൂസേജ് 113 പറഞ്ഞിട്ട് 50 MB പ്ലാൻ 300 GB. അപ്പോൾ പോസ്റ്റ് നമ്മുടെ പ്ലാൻ കഴിഞ്ഞ 2 MB സ്പീഡൊക്കെ കാണിച്ചു തരും. നമുക്ക് ജസ്റ്റ് വെറുതെ ഓപ്പൺ ചെയ്താൽ മതി. പിന്നെ ഉള്ളത് BSNL കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ ഇതിലാണ് നമുക്ക് ബില്ലും ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അതേപോലെ ഒരു കുറച്ച് എംപ്ലോയീസിനുള്ള കുറച്ചും കൂടി ഉള്ള വലിയ പോർട്ടലാണത്. അപ്പോൾ നമുക്ക് മുകളിലായിട്ട് കാണാം ഗെറ്റ് യൂസേജ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ടൈമിൽ അത് കറങ്ങിയിട്ട് നമ്മുടെ ലോഡായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വന്നു, ജസ്റ്റ് ഒരു സെക്കൻഡ്സ് ഒക്കെ വേണ്ടു. അപ്പോൾ വന്നു, നമ്മുടെ ടോട്ടൽ നേരത്തെ കാണിച്ചു തന്നെ സെയിം ആയിട്ട് വന്നു. അപ്പോൾ താഴെ നമ്മുടെ പ്ലാനൊക്കെ പറയുന്നുണ്ട് 50 MB പ്ലാൻ. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ IP അഡ്രസ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ താഴെ കാണാം ഗെറ്റ് ബിൽ അഡ്രസ്സ് എന്ന് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ബില്ല് ഈ സൈഡിലായിട്ട് തന്നെ വരും. അപ്പോൾ പേര് കാണിക്കുന്നുണ്ട്, അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട്, അതുപോലെ ബിൽ റേറ്റ് എനിക്ക് വന്നേക്കുന്നത് 1757 രൂപയാണ്. അപ്പോൾ ഡ്യൂ കൊടുത്തിരിക്കുന്നത് 12 days ആണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂ നമുക്ക് കൂടെ പേ ചെയ്യാൻ ഡയറക്റ്റ് അത്. പിന്നെ വ്യൂ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു പേജ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ അടുത്ത് കണക്ക് ഞാൻ ക്ലിയർ ആകാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ടെലിഫോൺ നമ്പർ, അതേപോലെ താരിഫ് പ്ലാൻ ഏതാ, അതുപോലെ ബില്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ 1 to 30 ആണ് കേട്ടോ. പിന്നെ അക്കൗണ്ട് നമ്പറൊക്കെ കാണിക്കും. പിന്നെ എനിക്ക് ശരിക്കും എൻ്റെ പ്ലാൻ 779 ആണ്. അപ്പോൾ ഇത് ശരിക്കും വരുന്നത് 779 പ്ലസ് GST വരുമ്പോൾ എനിക്കൊരു 929 വരും. ഇപ്പോൾ 929 പ്ലസ് 929 1900 സംതിങ് വരുന്നതാണ്. ഇപ്പോൾ ഈ റേറ്റ് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്, എനിക്ക് കണക്ഷൻ കിട്ടിയത് 8th 8 to 9th റേഞ്ചിലാണ്. അപ്പോൾ ആ ഡേയ്സ് മൈനസ് ചെയ്തിട്ടാണ് കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിക്സഡ് ചാർജ് 579, അതുപോലെ വൺ ടൈം ചാർജ് 1279 രൂപ. അതുപോലെ ടോട്ടലായിട്ട് വന്നിരിക്കുന്നത് 1600 പ്ലസ് GST, അങ്ങനെയാണ് 1756 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടാൻ നമുക്ക് ഇവിടെ മുകളിൽ കാണാം ഡൗൺലോഡ് PDF ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അലോ കൊടുക്കാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനുള്ള പെർമിഷനാണ് ചോദിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ഡിലേ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആപ്പിൻ്റെ ഒരു ഡിലേ ആണത്. എന്നിട്ട് ഡൗൺലോഡ് ആവും. ഇതപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ബില്ല് വന്നു BSNLൻ്റെ. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസ്, നമ്മുടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബില്ല് കഴിഞ്ഞാൽ 2-3 പേജ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് പേയ്മെൻറ്റ് സ്ലിപ്പ്, നമുക്ക് അവിടെ പോയിട്ട് പേ ചെയ്യാനുള്ള സ്ലിപ്പ് എടുക്കുക, പ്രിൻ്റ് എടുത്തിട്ട് ഇത് കൊണ്ടുപോയാലും മതി. ഓൺലൈൻ പറ്റത്തോറും. പിന്നെ വേസ് ടു പേ ബില്ല് കൊടുത്തിട്ടുണ്ട് അവർ. ക്ലിക്ക് ടു പേ BSNL സൈറ്റിൽ കൊടുക്കാം, അതുപോലെ BSNL റീറ്റെയിൽ ഔട്ട്ലെറ്റിൽ കൊടുക്കാം, അതുപോലെ BSNL കസ്റ്റമർ സർവീസിൽ കൊടുക്കാം, അതുപോലെ ചെക്കോ DDO BSNL കളക്ഷൻ സെൻറ്ററിൽ കൊടുക്കാം, അതുപോലെ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കാം. അവരുടെ തന്നെ നമ്മുടെ മൈ BSNL ആപ്പ് വഴിയും പേ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണവർ ശ്രദ്ധിക്കുക, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ എടുക്കാൻ പറ്റില്ല, പേയ്മെൻറ്റ് ആവില്ല കേട്ടോ. അതാണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെയായിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും ബില്ലിൻ്റെ. അപ്പോൾ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് കറണ്ട് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ കാണാം ഭാരത് ഫൈബറിൻ്റെ ഫിക്സഡ് മന്ത്ലി ചാർജ് 571 രൂപ. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഒരു 250. അതുപോലെ ഡെപ്പോസിറ്റ് 779 വന്നിട്ടുണ്ട്. എൻ്റെ പ്ലാൻ 77 ആണ്, അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഇൻസ്റ്റാളേഷൻ ചാർജ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ കാരണം വെച്ചാൽ ഞാൻ ഡയറക്റ്റ് BSNL ഓഫീസിൽ പോയിട്ടാണ് കണക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തവർക്ക് ഇൻസ്റ്റാളേഷൻ ഫ്രീ ആണ്. മറ്റേ ഡയറക്റ്റ് ഓൺലൈൻ അപ്ലൈ ചെയ്താലും നമുക്ക് ഈ കാശ് ഫ്രീ ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്ത് തരില്ല, അതായാലും പെടും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ യൂസേജ് മന്ത്ലിയുടെ വന്നിട്ടുണ്ട് താഴെ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വോയിസ് ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 250 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും BSNL കത്തിയെന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ പ്രൈവറ്റായിട്ടുള്ള നമ്മുടെ ജിയോ ആയാലും എയർടെൽ ആയാലും ഒക്കെ വരൊക്കെ 2500 രൂപയ്ക്ക് അത് മോഡം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതെനിക്ക് ഇനീഷ്യൽ ചാർജ് ഓൾറെഡി 4000 രൂപ വന്നു. അതും പോരാണ്ടാണ് ഇപ്പോൾ ഒരു 2000 അടുത്ത് ബില്ല് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 6000 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും വരേണ്ടത് പ്രൈവറ്റിൽ ഇങ്ങനെയും ഗവൺമെൻറ്റിൽ മറ്റേ പോലെ വരേണ്ടത്. ഇപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ പ്ലാൻ ഇറക്കിയിട്ടുണ്ട് അൺലിമിറ്റഡ്. അപ്പോൾ അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മുടെ സിറ്റിയിലൊന്നും ഇല്ല, അത് കുറച്ച് സിറ്റീസിലുള്ളൂ. 20% താഴെയുള്ള സിറ്റീസിലാണ് വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ ജസ്റ്റ് വെറുതെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ഇറക്കുന്നതാണ്, ജിയോനെതിരെ ഇറക്കി എന്നൊക്കെ പറഞ്ഞിട്ട്
ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇറക്കിക്കുന്നതെന്നുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഇറക്കും. ഇപ്പോൾ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ തന്നെ നമുക്ക് ആകെ എറണാകുളത്തും തിരുവനന്തപുരത്തും മാത്രമേ റിലീസ് ആയിട്ടുള്ളൂ. അതും 30 ദിവസത്തേക്കെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചത് പറഞ്ഞാൽ അതിനെ പറ്റി അതിൻ്റെ അടുത്തേക്കുള്ള ഓൾമോസ്റ്റ് ഒരു ഈക്വലായിട്ടുള്ള ഒരു പ്ലാൻ പെർമനൻ്റ് ആയിട്ട് ഇറക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. വിവരകാര്യ കാരണം കണ്ടിട്ട് അറിയണം, അറിയാൻ പറ്റില്ല. പിന്നെ ഇനിയിപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എനിക്ക് സ്പീഡിൻ്റെ ഇഷ്യൂ അങ്ങനെയൊന്നുമില്ല, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ 1 month ആയിട്ട് എനിക്ക് വലിയ കംപ്ലയിൻ്റ് ഒന്നുമില്ല. 50 MB ഒരു 50 MB തന്നെ കിട്ടുന്നുണ്ട് ഓൾമോസ്റ്റ്. അതുപോലെ നമ്മുടെ അപ്ലോഡ് ആണെങ്കിൽ ചിലപ്പോൾ 50 MB മുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇഷ്യൂ ഇല്ല. പക്ഷേ ഇതാണ് ഇഷ്യൂ. പിന്നെ ഞാൻ സർവീസിൻ്റെ കാര്യം പറഞ്ഞാൽ സർവീസ് നമുക്ക് റിക്വസ്റ്റ് ഓൺലൈൻ ഇടുമ്പോഴും അവർ പെട്ടെന്ന് വിളിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ ലോക്കൽ കേബിൾ ഓപ്പറേറ്റേഴ്സാണ് വിളിക്കുന്നത് കാര്യം വെച്ചിട്ട്. അവർക്ക് വലിയ വിവരമില്ലെങ്കിലും എന്നാലും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം പറയാം. പക്ഷേ റെസ്പോൺസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ നോർമൽ BSNL സർവീസ് പോലെയല്ല, എന്നാലും കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. ഇതൊരു കംപ്ലയിൻ്റ് ഒന്നുമില്ല. അങ്ങനെ പോയാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പ്ലാൻ അപ്ഗ്രേഡ് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായി. വെച്ചാൽ ഇപ്പോൾ കൊടുക്കുന്നത് ഞാൻ 779 ആണ്. അത് 799 ആയി കഴിഞ്ഞാൽ 100 ഡബിൾ സ്പീഡാവും ചെയ്യും. നമുക്ക് ഡാറ്റ അൺലിമിറ്റഡ് കിട്ടും ചെയ്യും. പക്ഷേ അത് എന്താ പറയുക, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറേ സ്ഥലത്തൊക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ കുറേ പേർക്ക് ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. കുറേ പേർക്ക് ഇത്ര വർഷം സ്പീഡ് അപ്ഗ്രേഡ് ആയി, പിന്നെ 2 ദിവസമായി ഇപ്പോൾ സാധനം നോർമൽ പ്ലാനിലേക്ക് തന്നെ ആയി മാറി എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ BSNL നമ്മുടെ കണ്ണുകൂടിയിടുന്ന പരിപാടിയാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഇതൊന്നുമില്ല, ഇതൊന്നും ഷെയർ ചെയ്യാമെന്നാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.